പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞിരുന്നു ഇന്ന് ഡോക്യുമെൻ്റ് കയ്യിലുണ്ടാകണമെന്ന്. ഞങ്ങൾ മാസത്തിലൊരിക്കൽ ഇന്ന് വെളുപ്പിൽ എഴുന്നേറ്റപ്പോൾ കർത്താവ് പറഞ്ഞാൽ നിൻ്റെ ഒരു പ്രാർത്ഥന ഡോക്യുമെൻ്റ് വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് നമുക്ക് നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണത്. എന്നെ അച്ഛൻ കാണാൻ വരുന്നവരും ഡോക്യുമെൻറ്റും കൊണ്ടല്ലേ വരണത്. എൻ്റെ മക്കൾ ഡോക്യുമെൻ്റ് എല്ലാം കയ്യിലെടുക്കുക. അവിടെ എല്ലാം വിശുദ്ധമായ രക്തം, കർത്താവിൻ്റെ ആത്മീയ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുമാതിരിയുള്ള തടസ്സങ്ങളില്ലേ, അത് കൈമാറുന്ന വ്യക്തിയിൽ തടസ്സങ്ങളുണ്ടാകാം, നമുക്ക് കൈമാറാൻ വേണ്ടിയുള്ള തടസ്സങ്ങളുണ്ടാകാം, സാമ്പത്തിക തടസ്സങ്ങളുണ്ടാകാം, ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ടാകാം. വാട്ട് എവർ മേ ബി ദ ഹിൻഡറൻസ്, അതുമാരെല്ലാം കർത്താവിൻ്റെ അധികാരം പ്രവർത്തിക്കാൻ പോകുന്ന അമകന്യാസ് പറയുന്ന നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. കർത്താവെ, അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ, കർത്താവെ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അലച്ചിത കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പുഴ പോലെ വൈദാഖരം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, അവരിന്ന് കടന്നു പോകുന്ന വ്യക്തികളുടെ കൂടെ, എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നീ നടന്നു പോയതുപോലെ കർത്താവ് ഈ മക്കളുടെ കൂടെ നടന്നു പോകാൻ ഞാൻ ഈ കുഞ്ഞുങ്ങളെ, ഈ മക്കളെ നിന്നെ ഏൽപ്പിക്കുന്നു. കർത്താവെ, സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഈശോയെ, വിശ്വാസമില്ലാത്ത മക്കൾ, പ്രാർത്ഥിക്കാത്ത മക്കൾ, പ്രാർത്ഥന കുറഞ്ഞിട്ടുള്ള ഇടങ്ങൾ എല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. ഈശോ, അവരെ അങ്ങ് സന്ദർശിക്കണേ, അടയാളം നൽകണേ. കർത്താവേ, Lord Jesus Christ, pour out His Spirit, touch with the fire finger, suck with the precious blood, authority of the Catholic Church, power of Jesus Christ, merit to some holy priesthood. I bless and hallow your documents and you yourself. Thank you. Thank you, Jesus. എൻ്റെ പ്രിയപ്പെട്ടവരെ,
കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസിലെ ധ്യാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഫ്രാൻസിൽ നിന്ന് പിന്നീട് ധ്യാനയാത്ര നടത്തിയത് റോമിലേക്കാണ്. റോമയിലെ നമ്മുടെ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു വാക്കബിൾ ഡിസ്റ്റൻസാണ്, 1.6 കിലോമീറ്റേഴ്സ്. അവിടെ സാൻ ജിയോവാനി ബാപ്റ്റിസ്റ്റ എന്നും പറഞ്ഞൊരു വലിയ ബസിലിക്കയുണ്ട്. അവിടെയാണ് ഈ ഉടമ്പടി ധ്യാനം നടത്തിയത്. ഫ്രാൻസിനേക്കാൾ എന്നെ ഞെട്ടിച്ചത് റോമാണെന്ന് തോന്നുന്നത്. വെച്ചാൽ ഫ്രാൻസിൽ നമ്മൾ അവിടെ താമസിച്ച് ധ്യാനിക്കുകയല്ലേ 6 ദിവസം, അപ്പോൾ അതിന് ആൾ കുറവായിരുന്നു. റോമിൽ 1 ഡേ റിട്രീറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ 1000-ലധികം ആൾക്കാരാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ആ ബാപ്റ്റിസ്റ്റ് ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ്. ഞാനെല്ലാവരെയും കണ്ട്, ശരിക്കും ഈ 1000 പേരെയും കണ്ടിട്ടാണ് പോകുന്നത്, കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഉടമ്പടി ധ്യാനം നടത്തി. അതെല്ലാം മാതാവ് കറക്റ്റായി. ഈ മാതാവ് കൃപാസനം അമ്മ ടൈമിൻ്റെ ആളല്ല, സമയത്തിൻ്റെ കൃത്യം 5:30 ധ്യാനം നിർത്തി ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാവരെയും കണ്ട്. അപ്പോൾ എന്താ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധ്യാനം അവിടെ സംഘടിപ്പിക്കുന്നതിന് എന്നെ സഹായിച്ചത് അവിടുത്തെ കൃപാസനം ഗ്രൂപ്പുകളാണ്. റോമിൽ 2 സൂപ്പർ കൃപാസനം ഗ്രൂപ്പുകളുണ്ട്, 10-100 അംഗങ്ങളുള്ള. അവരെല്ലാ ദിവസവും രാത്രി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. നമ്മുടെ കൃപാസനത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അസിസ്റ്റൻ്റ് അച്ഛൻ ക്ലിൻ്റൺ അച്ഛൻ അവിടെ ഉണ്ട്. അച്ഛനെ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോൾ സണ്ണി അച്ഛനുണ്ട്. പോൾ സണ്ണി ഇതിൻ്റെ ഓർഗനൈസറായിരുന്നു. അവരെല്ലാം ഞാൻ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ പള്ളിയുടെ വികാരി പോൾ സണ്ണി അച്ഛനാണ്. അച്ഛനുണ്ട്. പിന്നെ നമ്മുടെ ഇടവകയിൽ എൻ്റെ ഏറ്റവും അടുത്ത ആത്മബന്ധത്തിലുള്ള സോണി പനക്കരച്ചൻ. ഇവർ എല്ലാവരും ഈ ധ്യാനത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ് തൊട്ട് റോം വരെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ നമുക്ക് കർത്താവ് നമ്മൾ സംസാരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നിതായിരുന്നു. സ്പിരിച്വാലിറ്റിയിൽ ആധ്യാത്മികത ദൈവമായിട്ടുള്ള ബന്ധത്തെ വളരണമെങ്കിൽ നമുക്ക് ജെന്യുവിനിറ്റിയാണ് ഫസ്റ്റ്. ജെന്യുവിനിറ്റിക്ക് പല മലയാളമുണ്ട്. കലർപ്പില്ലാത്ത, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ, എന്താണ് ഇതാ ഒരു കലർപ്പില്ലാത്ത ഇസ്രയേലിയൻ. അതെൻ്റെ സാധനം. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വന്നത് കണ്ടിട്ട് ഈശോ പറഞ്ഞു, ദിസ് ഈസ് എ ജെനുവിൻ ഇസ്രായേൽസ്, ഇൻ ഹിം ദെയർ ഈസ് നോ ഹിപ്പോക്രസി. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ബൈബിൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആത്മീയ വളർച്ചയുടെ മർമ്മമാണ് ജെനുവിറ്റി എന്ന് പറയുന്നത്. ബൈബിൾ മുഴുവൻ നോക്കിയാൽ ഈശോ ആദ്യം പറഞ്ഞത് എന്താണ്? ഫസ്റ്റ്. ഇപ്പം ഉടമ്പടി എന്ന് പറയണത് എന്താ? ശരിക്കും പറഞ്ഞാൽ കൃപാസനം നടക്കുന്ന മരിയൻ ഉടമ്പടി എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം അവൻ പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞത് എന്താ? അവൻ അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇത് ആദ്യം പറഞ്ഞതല്ല, അവൻ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. മർക്കോസ് 1:15 അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതപിച്ച് സുവിശേഷത്തിൽ. ഇതാണ് ആദ്യം പറഞ്ഞത്. ഇറ്റ് ഈസ് ഹിസ് പ്രയോറിറ്റി. നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രയോറിറ്റി എന്താണ്? അനുതാപമാണ്. ഉടമ്പടിയുടെ പ്രയോറിറ്റി എന്താ? അനുതാപമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുതാപത്തിൻ്റെ മേഖലകളെ പിന്നെ അനാവരണം ചെയ്യണതായിരുന്നു ഈശോയുടെ സുവിശേഷം. ഈശോയുടെ സുവിശേഷ യാത്രയുടെ സംഭവം എന്താണ്? അവൻ ആദ്യം പറഞ്ഞ് അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ മർക്കോസിൻ്റെ 1:15 പ്രായോഗിക ആപ്ലിക്കേഷൻ ലെവലാണ് പിന്നീട് അനുതപിക്കുക, എന്തെല്ലാം കാര്യത്തിൽ അനുതപിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അനുതപിക്കേണ്ട ഒരു മേഖലയിലേക്കാണ് പിന്നീട് അവൻ വരണത്. എന്താണ്? മൂന്നാമത്തെ വ്യക്തിയായിട്ട്, ആദ്യത്തെ വ്യക്തിയായിട്ട് കാണുന്നത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ വ്യക്തി ആരാണ്? ഈശോ യോഹന്നാൻ പരിചയപ്പെടുത്തുന്ന വ്യക്തി ജോൺ ദി ബാപ്റ്റിസ്റ്റ്. രണ്ടാമത്തെ ലേഖനത്തിൽ യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ പേഴ്സൺ ബ്ലെസ്ഡ് വെർജിൻ മേരി, മദറാണ്, അമ്മയാണ്. മൂന്നാമത് പരിചയപ്പെടുന്ന വ്യക്തിയാണ് നഥാനിയേൽ.
നാഥാനിയലിലേക്ക് വരുമ്പോൾ തൊട്ട് അനുതാപത്തിൻ്റെ ക്ലാസ്സുകൾ ഈശോ ആരംഭിക്കാൻ തുടങ്ങും. എന്താണ് നാഥാനിയേൽ? ഇതാ ഹിയർ കംസ് എ ജെന്യുവിൻ ഇസ്രായേൽസ്. ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. എന്താണ്? ഇവൻ ഹീസ് നോട്ട് ഹിപ്പോക്രാറ്റ്, ഇവന് കാപട്യം ഇല്ല. അപ്പം ആധ്യാത്മിക മർമ്മം എന്ന് പറയണത് നമ്മൾ എന്തുമാത്രം നമ്മളുടെ കാപട്യങ്ങളെ, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ കാപട്യങ്ങൾ, അതായത് ദൈവ തിരുസന്നിധി. ഞാൻ എന്നോട് ചോദിച്ച ക്ലിൻറ്റനച്ചോട് പറഞ്ഞ്, എന്നുവെച്ചാൽ ഇതിൻ്റെ വരുന്നൊരു വിഷയം നമ്മൾ ഗ്രേസ് ബിൽട്ട് അപ്പോൺ നേച്ചർ. അത് ഞങ്ങൾ ദൈവശാസ്ത്രത്തിൽ പഠിക്കുന്നതാണ്. കൃപ ഒരു മനുഷ്യൻ്റെ നേച്ചറിലാണ് വർക്കൗട്ട് ചെയ്ത് വളർന്നു വരണത്. ഈ നേച്ചറിനെ നമ്മൾ കൃപ സ്വീകരിക്കാൻ വേണ്ടി പരുവപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവ് പ്രോബ്ലംസ് നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കും. ഗോഡ് ഹിംസെൽഫ് മേ ക്രിയേറ്റ് പ്രോബ്ലം ടു എൻഗ്രേസസ്. അത് നമ്മൾ ഞാൻ ഒത്തിരി പേര് കാണുന്നത്, എന്നിലും കണ്ടിട്ടുള്ള ഒരു സത്യമാണത്. പ്രോബ്ലം തന്നിട്ട് നമുക്കറിയാമല്ലോ, നമുക്ക് ഈ മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞ് നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലേ? ഞാൻ അതിൻ്റെ മൊത്തം കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ടീസറൊക്കെ ഇതുപോലെ യൂട്യൂബ് എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നതല്ല, ഞാൻ കാണുന്ന ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. വാട്ട് ഇസ് ഹാപ്പനിങ് ദേർ നോക്കും. ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു ഡയബോളിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. ആരാണത്? അത് ഒരു വ്യക്തി, അവരുടെ പേര് ഗംഗ എന്നാണ്. അപ്പം ഗംഗയിൽ തന്നെ വേറൊരു വ്യക്തിയുണ്ട്. ആരാണത്? നാഗവല്ലി. അപ്പം അവിടുത്തെ ആ ഒരു സ്ഥലത്ത് ഈ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നു. എന്നിട്ട് ഈ അവിടുത്തെ മനഃശാസ്ത്രത്തിൻ്റെ പരിപാടി എന്താ? ഗംഗ തന്നെയാണ് നാഗവല്ലി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നാഗവല്ലി ആക്കാതിരിക്കാൻ വേണ്ടി വേറൊരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്ന് വീട്ടുകാർ ഭ്രാന്തിയായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഗംഗയെ സംരക്ഷിക്കുന്നുണ്ട്. അല്ല, അത് നമ്മൾ ഇതിൻ്റെ കാണുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്നിട്ട് ഈ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ കൂടി പോട്ടെ എന്ന് ഈ ഗംഗ ചോദിക്കും. അപ്പോൾ ഈ നകുലം പറയും, ഇനി പോകണ്ട എന്ന്. ഗംഗ പോകണ്ട എന്ന് പറയും. പിന്നെ പോകാൻ നേരെ ആകുമ്പോൾ പിന്നീട് ചോദിക്കും, അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിരുന്നതാണല്ലോ, പോകാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇപ്പം പിന്നെ എന്താ ഇപ്പം എന്താ ഇങ്ങനെ? ഗംഗ പോകണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ പോകണ്ടേ? എന്നെ വിടമാട്ടേ? ഇല്ല, ഗംഗ പോകണ്ട, വിടമാട്ടേ എന്ന്. അപ്പോൾ ഇവരുടെ ഭാവങ്ങൾ മാറിയിട്ട് നാഗവല്ലി പുറത്തു വരും. അപ്പോൾ എന്നിട്ട് ഈ നാഗവല്ലി അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവരവരുടെ രീതിയിൽ. സ്പിരിച്വാലിറ്റിയിൽ ഈ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഉള്ളിലല്ല. അതുകൊണ്ടാണ് ഈ നെയ്യാൾ വരുമ്പോൾ ഉടനെ പറയണത് ഇവനിൽ നാഗവല്ലി ഇല്ലെന്ന് പറയും. ആരാണ്? നാഥാനിയൽ വരുമ്പോൾ ഇവനിൽ നാഗവല്ലി ഇല്ല, ഇവനിൽ വേറൊരു കഥാപാത്രം ഇല്ല, ഇവൻ മാത്രമേ ഉള്ളൂ. ഇവനെ വർക്ക് ചെയ്യാൻ എളുപ്പമാണ് ദൈവത്തിന്. കഷ്ടപേർ മർമ്മം അതാ. പക്ഷേ എന്നിട്ട് പറയും വേറൊരാളുണ്ടായിരുന്നു, അയാൾ എത്ര വലിയ ഉന്നതനാണെന്ന് പറഞ്ഞാലും അയാളുടെ വേറൊരു പേഴ്സണാലിറ്റി ഉണ്ട്, യാക്കോബ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണത്. യാക്കോബ് അയാൾക്ക് രണ്ട് പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറയും. ഈ രണ്ട് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ഈ ലൂർദ് തൊട്ട് ഹുറോം വരെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നതും ഈശോ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നതുമെല്ലാം ധ്യാനിപ്പിക്കുമ്പോൾ നിൻ്റെതായാലും മറ്റുള്ളവരായാലും ഈ ഡബിൾ പേഴ്സണാലിറ്റിയെ ട്രീറ്റ് ചെയ്യണമെന്ന് വചനം. അതിനെ അഡ്രസ്സ് ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഒരു അതർ മാനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. അപ്പോസ്തലന്മാരിലും ഉണ്ട് ഇതുപോലെയുള്ള ഒരു പ്രശ്നങ്ങൾ, അപ്പോസ്തലന്മാരിലും ഉണ്ട്. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യേണ്ടത്, അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. അല്ലാതെ എവിടെയെങ്കിലും പോയി കുറച്ച് ധ്യാനങ്ങൾ കൂടിയിട്ട് അത് തെറ്റാണ് ഇത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനുതാപം ഉണ്ടാക്കി തൽക്കാലം കുമ്പസാരിച്ചിട്ട് ഒരു അഭിഷേകം മേടിച്ചിട്ട് അവിടുന്ന് പിരിയുക, അങ്ങനെയുള്ള ഒരു മിനിമം പ്രോഗ്രാം ഒന്നും ആധ്യാത്മികയിലില്ല. യു ക്യാൻ ഡു ഇറ്റ്, വി കനോട്ട് ബട്ട് ഡു ഇറ്റ്. അങ്ങനെ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ തന്നെ പൂർണ്ണമല്ലെന്ന് എപ്പോഴും ഓർക്കണം. കാര്യം എന്താണ്? ആത്മീയ അന്വേഷണം വീണ്ടും തുടരണം. രണ്ട് കാര്യം ഓർക്കണം.
ഒന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. അത് ദൈവം എന്നെ പ്രത്യേകം ഈ അഴിഞ്ഞ കാലത്ത് എന്നെ വിളിച്ചതാണ്. അപ്പം ദൈവം വിളിച്ചതാണ് എങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ സമാശ്വാസം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്ന ഒരു കാലമാണ്. അതിൻ്റെ ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കാളും പ്രയാസമുള്ള ലക്ഷങ്ങൾ പുറത്തുണ്ട്. അവർക്ക് കർത്തൃസന്നിധിയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെക്കാൾ അല്പം കൂടി പ്രയാസം കുറഞ്ഞാൽ നിന്നെ കർത്താവ് വിളിച്ചെന്ന് പറയുമ്പോൾ അതൊരു തിരഞ്ഞെടുപ്പാണ്. ബൈബിൾ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് വളരെ ആഴമായി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് വിളിയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. ദൈവം നേരിട്ട് വന്നിങ്ങനെ കൈകാട്ടി വിളിക്കത്തില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ദൈവം വിളിക്കുമെന്ന് നമുക്കറിയാം. ദൈവം വിളിക്കുന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയണത് നമ്മൾ ദൈവദർശനം വരുന്നതും വേദനയുടെ അടിസ്ഥാനത്തിലാണ്. ക്ലേശത്തിൻ്റെ, രോഗത്തിൻ്റെ, കടങ്ങളുടെ, പീഡകളുടെ, ഞെരുക്കത്തിൻ്റെ, ഇല്ലായ്മകളുടെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വേദന പലപ്പോഴും വിളിയായിട്ട് മാറാറുണ്ട്. വേദന തന്നെയാണ് വിളി. വേറൊരു വിളിയില്ല. നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദനയുണ്ടോ അത് ദൈവവിളിയായിട്ട് നീ തിരിച്ചറിയണം. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഈശോ അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ നിങ്ങൾ എൻ്റെ അടുത്ത് വരിക എന്ന് ഈശോ വിളിച്ചിട്ടുണ്ട്. എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് അവിടെ ആ വചനത്തിൽ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതാണ് എല്ലാ ദൈവവിളികളുടെയും ഒരടിസ്ഥാനപരമായ ലക്ഷ്യം ആശ്വാസമാണ്. വിശുദ്ധ മത്തായി ശ്ലീഹാ സുവിശേഷം 11:28-29 വചനങ്ങൾ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് വചനം കേൾക്കാം. മത്തായി 11:28-29 തിരുവചനങ്ങൾ. അധ്വാനിക്കുന്നവരും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പം ആശ്വാസമാണ്. ഈ ആശ്വാസങ്ങൾ ബൈബിൾ നമ്മൾ പ്രാപിക്കുന്നത് അടയാളങ്ങളിലൂടെയാണ്. അടയാളങ്ങൾ എന്തു തന്നെയായാലും അതൊരു ആശ്വാസം നൽകുന്നതായിരിക്കണം. ഗുരുതരമായ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുന്ന, അതായത് കൃപാസനം കാശിർവത്തിൽ നിന്ന് തേനൊഴുകാൻ തുടങ്ങിയെന്ന് പറയുന്നതിൻ്റെ അകത്തൊക്കെ വലിയ ആശ്വാസങ്ങളൊന്നും ഇല്ല. അത്തരം ആശ്വാസങ്ങളിലേക്ക് ഒരു പക്വതയാർന്ന വിശ്വാസി പോകുന്നത് ശരിയാണെന്ന് ഞാൻ കരുതണില്ല. കാര്യം വെച്ചാൽ അടയാളങ്ങൾ അത് അങ്ങനെയൊക്കെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലമെല്ലാം കഴിഞ്ഞു. നമ്മൾ പക്വതയിലേക്ക് വളരുന്നത്. പത്രോസിൻ്റെ ഏറ്റവും വലിയ ലേഖനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ആധ്യാത്മികത പക്വതയാണ്. ബാല്യപാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. റീഡ് ഇറ്റ്. ശ്രുതികട്ടെ. ഹെബ്രായർ 6:1 തിരുവചനം. ഹെബ്രായ ലേഖനം 6:1 പറഞ്ഞോളൂ. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. അപ്പൊ പക്വതയാർന്ന ഒരു സാക്ഷ്യമാണ് ഉടമ്പടി സാക്ഷികളിൽ നിന്ന് വരേണ്ടത്, സാക്ഷ്യം ലഭിക്കേണ്ടത്. കാരണം ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അവർക്ക് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള വചനങ്ങളില്ലേ, അതെല്ലാം വാഗ്ദാനങ്ങളാണ്.
32:8 വായിച്ചോളൂ. സങ്കീർത്തനം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉപദേശിക്കാം എന്ന് പറഞ്ഞ ഞാൻ നിന്നെ ഉപദേശിക്കാം, ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ദുർഘട ഘട്ടത്തിൽ പെട്ടുപോയാലേ പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരേണ്ട വഴികൾ ദൈവം ഓൺ ദി സ്പോട്ടിൽ വെളിപ്പെടുത്തും. അങ്ങനെയാണ് ഈ അടയാളങ്ങൾ ഉണ്ടാകുന്നത് ഓൺ ദി സ്പോട്ടിൽ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വെളിപ്പെടുത്തുന്നത്? അത് ഓൾറെഡി പ്രോമിസിൻ്റെ ഭാഗമാണ്. ഉടമ്പടി വർക്ക് ചെയ്യണത് പ്രോമിസിലാണ്. ദൈവം നൽകിയിട്ടുള്ള 8552 പ്രോമിസുകളുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ആ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത്. അപ്പം അതിൽ ഒരു പ്രോമിസാണിത്. എന്താണ്? നീ വഴി മുട്ടിപ്പോയാലേ നീ നടക്കേണ്ട വഴി നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയും. അപ്പം ദൈവം അതിൻ്റെ വഴികൾ പറഞ്ഞു തരും. ഇപ്പം ചില ആൾക്കാർ പറയത്തില്ലേ, സ്വപ്നം കണ്ടു, മാതാവിനെ സ്വപ്നം കണ്ടു എന്ന് പറയും, അല്ലെങ്കിൽ ഈശോയെ സ്വപ്നം കണ്ടു എന്ന് പറയും. അപ്പം ഡിവൈഡ് ഓഫ് എനി ഇൻറ്റേർണൽ പ്രഷർ, മറ്റു തരത്തിലുള്ള അസോസിയേഷൻ, അസിമിലേഷൻ പോലെയുള്ള കാരണങ്ങളില്ലാതെ തന്നെ കേവലമായ രീതിയിൽ നിലച്ചറിയാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവിക മേഖലകളിലേക്ക് നമ്മൾ അന്തർദർശനം ചെയ്യുന്ന സ്വപ്നവും ദർശനവും ഒക്കെ ബൈബിളിലെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഇല്ലേ? നമുക്ക് വാഗ്ദാനം തന്നതാണ്. നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും. ജോയേലിൻ്റെ 2:28. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. മഹത്വം. ആരാധന. ജോയേൽ 2:28 വായിച്ചോളൂ. അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്നിങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. അപ്പൊ സ്വപ്നങ്ങളും ദർശനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ ഭാഗമാണ്. അത് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പല ആൾക്കാരും പെട്ടെന്ന് ആ ഒരു ഡിവൈൻ മെല്യൂവിലേക്ക് അങ്ങോട്ട് വരും. നിങ്ങൾക്കറിയാമല്ലോ, കരിസ്മാറ്റിക് ഫോർമാറ്റ് അനുസരിച്ചുകൊണ്ട് അങ്ങനെ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കുറേ പടികളുണ്ട്. പ്രാരംഭ ധ്യാനം, വളർച്ചാ ധ്യാനം, അതിനുശേഷം ആന്തരിക സൗഖ്യ ധ്യാനം, അതിനുശേഷം പ്രാർത്ഥനാനുഭവ ധ്യാനം, 5ാമത്തെ ഘട്ടത്തിൽ വരദാനങ്ങളുടെ ധ്യാനം, കൗൺസിലിംഗ് കോഴ്സ്. ഇത്രയും സംഭവങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഒരു ഡിവൈൻ മെലിയിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുന്നത്. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധമാണെങ്കിൽ, അത് പൂർണ്ണമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ സ്വപ്നങ്ങളും ദർശനങ്ങളും അത് നീ നടക്കേണ്ട വഴിയായി, നിൻ്റെ മുഖത്ത് നോക്കിയുള്ള ഉപദേശമായി സങ്കീർത്തനം 8:32 ജോയേൽ 2:28 പെട്ടെന്ന് നിങ്ങൾ ദൈവിക മേഖലയിലേക്ക് കടന്നു ചെല്ലണത് അനേകായിരങ്ങൾ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഉടമ്പടി മച്ച് മോർ ദാൻ ദാറ്റ് എന്ന്. അപ്പം അതാണ് പക്വത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് നമ്മളെ ആധ്യാത്മികതയിൽ ഈടുവെപ്പുള്ളവരായിട്ട് വളർത്തണം. ഈടുവെപ്പുള്ള അതെന്തുമാത്രം ആധ്യാത്മികത ഈടുവെപ്പ് എന്ന് പറയുമ്പോഴേ സ്വാഭാവികമായിട്ടും നിങ്ങളെ കാണുന്ന ചില മൈന്യൂട്ടായിട്ടുള്ള ചില അടയാളങ്ങൾക്ക് അപ്പുറത്ത് അതിൻ്റെ ഒരു കാലം അങ്ങ് കഴിഞ്ഞു, എത്രയോ കാലം മുമ്പ് കഴിഞ്ഞു. നമ്മൾ എന്തിനാണ് പിന്നെയും പിന്നോട്ട് പോകണത്? ആധ്യാത്മികത പിന്നോട്ടടിക്കരുത്, നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. മുന്നോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. നമ്മൾ അതാണ് മുന്നോട്ടുള്ള പോക്കിൽ വരണത്. എന്താ വേണ്ടത് നമുക്ക്? കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 16-17. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 1:16 അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് മാത്രമല്ല, അപ്പോൺ ഗ്രേസ് ആണ്. ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ഈ അപ്പോൺ ഗ്രേസ് ആണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്.
അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം മാതാവിൻ്റെ കൃപയിൽ പോലും ഹി വാസ് നോട്ട് ദാറ്റ് സാറ്റിസ്ഫൈഡ്. മലാഖ അമ്മയോട് പറഞ്ഞത് എന്താണ്? 2:28 ലുക്ക 2:28 മലാഖ അമ്മയോട് എന്താ പറയണത്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ട് ദൈവ വചനപ്രകാരം ജീവിക്കുമ്പോൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു നിലവാരമാണ് കൃപയുടെ നിറവെന്ന് പറയണത്. പക്ഷേ ദൈവം അവിടെ വെച്ച് ആ പാഠം കൃപയുടെ പാഠം അവസാനിപ്പിക്കണില്ല. കൃപയുടെ പാഠം അവിടെ വെച്ച് അവസാനിപ്പിക്കണില്ല. അതായത് വീണ്ടും നമുക്ക് ഒരു വിശ്വാസിയുടെ സാധ്യത, ഒരു ക്രിസ്തു വിശ്വാസിയുടെ സാധ്യത എന്ന് പറയുന്നത് അതുക്കും മേലെയാണ്. എന്താണ്? ആ ഫുൾ ഓഫ് ഗ്രേസിൻ്റെ അപ്പുറത്തുണ്ട്. എന്താ ഉള്ളത്? ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപയ്ക്ക് മേൽ കൃപ. ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് അതാണ്. തനത്, അതായത് ആർജിത കൃപ, സാധാരണയുള്ള കുദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്ന സക്രമെൻ്റൽ ഗ്രേസ്, കൗദാശിക വരപ്രസാദം. ആ കൗദാശിക വരപ്രസാദം ഒരു വ്യക്തി സ്വീകരിച്ചിട്ട് ആ മുതൽ മുടക്കിൽ അവൻ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കൃപയാണ് അപ്പോൺ ഗ്രേസ്, മേൽകൃപ. ഈ മേൽകൃപയിലേക്കാണ് ഒരു വിശ്വാസി ഒരു ആധ്യാത്മികമായ യാത്ര നടത്തുന്നത്. ഇതാണ് വിശ്വാസത്തിൻ്റെ ബാല്യപാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാമെന്ന് സെൻറ്റ് പോൾ പറയണത്. സെൻറ്റ് പോൾ അങ്ങനെ പറയാൻ കാരണം അങ്ങേരാണ് കൃപയെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ അൾസറിൻ്റെ വലിയ ഒരു വേദന കാലഘട്ടങ്ങളിലും സമയത്ത് ഭക്ഷണം ആരും തരാമില്ലാഞ്ഞ സമയത്ത് പട്ടിണി നിന്ന് സുവിശേഷ വേലയ്ക്ക് മുടക്കം വരാതെ ജീവിച്ചപ്പോൾ ഉണ്ടായ അൾസറിൻ്റെ ഭാഗമായിട്ട് വന്ന കുടൽ കരിച്ചിലെ അതിൽ നിന്ന് ആ വേദന മാറാൻ വേണ്ടി, വയറിൽ സൂചി കൊണ്ട് കുത്തണ വേദന മാറാൻ വേണ്ടി അദ്ദേഹം കണ്ണീരോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത്രയും വേദനയാണെന്ന് അർത്ഥം. അപ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഈ കണ്ണീരോടെ നീ പ്രാർത്ഥിക്കുന്നില്ലേ, ഈ കണ്ണീരിൽ ഞാനൊരു നിധി വെച്ചിട്ടുണ്ട്. എന്താണത്? മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു. 2:9 അല്ലേ, 2 കൊറിന്ത്യൻസ് 12:9 വായിച്ചോളൂ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പോഴവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള വേർഡ് ടെസ്റ്റിംഗ് ഉണ്ട്. 2 കൊറിന്ത്യൻസിൻ്റെ 12:9 എന്താണ്? മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു. അവിടെയാണ് ഗ്രേസിനെ കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായ വെളിപാട് നൽകുന്നത്. എന്താണ്? മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു. അതായത് നമുക്ക് ഈ ഭൂമിയിൽ, ഈ മനുഷ്യാവസ്ഥയിൽ എല്ലാം മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നം ഒന്നും സഫിഷ്യൻ്റ് അല്ല എന്നുള്ളൊരു മാനസിക അവസ്ഥയാണ് ഉള്ളത്. പക്ഷേ ഗ്രേസ് ലഭിച്ചു കഴിയുമ്പോൾ ഗ്രേസ് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? 2 കൊറിന്ത്യൻസ് 12:9 ഗ്രേസ് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താ? കൃപ എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ശക്തിയാണ് കൃപയെന്ന് പറയുന്നത്. പവർ ആൻഡ് പേഴ്സൺ ആയിട്ടാണ് ബൈബിള് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. നമ്മൾ ചില ആൾക്കാർ പറയത്തില്ലേ സാക്ഷ്യം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അരുൺ കുമ്പനാട്, അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം, അക്രൈസ്തവനാണ്, എൻജിനീയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത്. 3 ദിവസം കൊണ്ട് 85,000 പേരോളം ആ സാക്ഷ്യം കണ്ട്. അദ്ദേഹം അതിൽ പറയുന്ന കാര്യം, കണ്ണീരിൻ്റെ വലിയൊരു കാലം എനിക്കും എൻ്റെ അപ്പായ്ക്കും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം ദൈവം ഞങ്ങളെ നയിച്ചു, കർത്താവിൻ്റെ സാന്നിധ്യം വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നെന്ന്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷെ അത് ഭയങ്കര രസമാണ് കേൾക്കാൻ. അത് നിങ്ങളൊരിക്കലും ഹൃദയം കൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിക്കരുത്, ദൈവത്തെ ഹൃദയം കൊണ്ട് ചിന്തിക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതല്ല, അതായത് ചുമ്മായില്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റാണ് അവിടെ. കാര്യങ്ങളെ അദ്ദേഹം അനുഭവിച്ച് ദൈവത്തെ അദ്ദേഹം പ്ലേസ് ചെയ്യാൻ. പക്ഷേ നന്നായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണത്, കണ്ണീരിൻ്റെ കാലത്ത് വല്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവം 2 തരത്തിലാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒന്ന് പേഴ്സണായിട്ട്, ബൈ പേഴ്സൺ. രണ്ടാമത്തത് പവറായിട്ട്. ബൈബിൾ എപ്പോഴും അവതരിപ്പിക്കുന്നത്, നിങ്ങളെപ്പോഴും പ്രെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നമുക്ക് വേണേൽ ഒരു ഫങ്ഷൻ, നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്നറിയാവോ? ചിലർക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉടമ്പടിയിൽ വരുന്ന ഫോം വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്.
അല്ലേ? രോഗികളെ പോയി കാണുന്നു, കൃപാസന പത്രം കൊടുക്കുന്നു, പ്രാർത്ഥിച്ച് കൊടുക്കുന്നു, കർത്താവിനെ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു, വസ്ത്രമില്ലാത്തവർക്ക് നിങ്ങൾ വസ്ത്രം കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുമ്പോഴുണ്ടാകുന്നൊരു ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം ഉദ്ദേശം വെക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം? ഇതൊരു ഫങ്ഷനല്ല, പിന്നെന്താണ്? ഒരു മിഷനാണ്. നിനക്ക് ഈശോയോട് സ്നേഹമുണ്ടെങ്കിൽ, ഈശോ പറഞ്ഞില്ലേ 13:35 യോഹന്നാന്റെ സുവിശേഷം, സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 13:35 തിരുവചനം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഒന്ന് പറഞ്ഞാൽ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഈശോ പറഞ്ഞതാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ, കൃപാവര പ്രവർത്തികളെല്ലാം ഒരു സ്നേഹത്തിൻ്റെ പ്രവർത്തികളാണ് നമ്മൾ ചെയ്യുന്ന കൃപ. അപ്പോൾ ആ സ്നേഹം ഉണ്ടെങ്കിലാണ് അത് മിഷനാകത്തുള്ളൂ. അല്ലാതെ ഉടമ്പടി എടുത്തതാണ്, ശരി, അപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ശരി, അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെല്ലുമ്പോൾ അവർ പുതുക്കത്തില്ല, ശരി, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, ശരി, അത് ഫങ്ഷൻ എന്ന് പറയാം. അതിന് ഫങ്ഷനിൽ കൃപ വർക്കൗട്ട് ചെയ്യത്തില്ല. അതാണ് ഒരു കുഴപ്പം. നിങ്ങൾ ഫങ്ഷനാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കൃപ വർക്ക് ചെയ്യത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് മിഷനാണ് ചെയ്യണത്. മിഷൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ഒരു വ്യക്തിയായി കണ്ട് സ്നേഹിച്ചിട്ട് ആ വ്യക്തിയുടെ വചനങ്ങൾ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. ആ വചനം വായിച്ച് സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 14:23, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ദാറ്റ് മീൻസ് ഇത് പ്രസൻസിനെ കുറിച്ചാണ് പറയണത്. മനസ്സിലായില്ലേ? പ്രസൻസ്, അതായത് ക്രിസ്തുവിൽ ഒരു വ്യക്തി ആബദ്ധമാകുമ്പോഴേ ആ വ്യക്തിക്ക് ക്രിസ്തു പേഴ്സൺ ടു പേഴ്സൺ റിലേഷനിലേക്കായി കഴിയുമ്പോൾ, അത് സ്നേഹത്തിൻ്റെ ബേസിൽ ഒരു റിലേഷനിലേക്കായി കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. ബൈബിളിലെ ഏറ്റവും വലിയ കോൺസെപ്റ്റാണ് പ്രസൻസ്. അത് നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗ്രേസ് എന്ന് പറയുന്നത് പ്രസൻസാണ്. നിങ്ങൾക്ക് വീട് കിട്ടാൻ, ജോലി കിട്ടാം, അല്ലെങ്കിൽ രോഗങ്ങൾ സുഖപ്പെടാം, അതൊക്കെ പവറാണ്. ശരിക്കും പ്രസൻസ് അല്ല. പവർ ആൻഡ് പ്രസൻസ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബൈബിള് എപ്പോഴും അച്ഛൻ പറയണതാണ് 1 Corinthians 1:24, ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു, അല്ലേ? 1 Corinthians 1:24 ഒന്ന് പറഞ്ഞ, ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു ഒരേ സമയം തന്നെ പേഴ്സണാണ്, അതേസമയം ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ്. നമ്മളെ അടയാളങ്ങൾ ഉണ്ടാക്കുന്നത് ശക്തിയാണ്. ശക്തി എമിറ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ 8:46 വിശുദ്ധ ലൂക്കാസ് വിശേഷം 8:46 എന്താ പറയണത്? ആ രക്തസ്രാവക്കാർ രോഗി സുഖപ്പെടുത്തുന്നത് എന്താണ്? എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നു. അപ്പം നമ്മളിലേക്ക് വരണത് ശക്തിയായിട്ടാണ് വരണത്. ശക്തി വന്നാൽ, ക്രിസ്തുവിനെ ശക്തിയായിട്ട് അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സൗഖ്യം ഉണ്ടാകും. അല്ലെങ്കിൽ അത് ജീവിത മണ്ഡലങ്ങളിലാണ് അത് പ്രവർത്തിക്കണമെങ്കിൽ ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ് ഉണ്ടാകും. ആത്മാവിലാണ് പ്രവർത്തിക്കണമെങ്കിൽ ഗ്രേസ് ആയിട്ട് വർക്ക് ചെയ്ത് നിത്യജീവൻ ലഭിക്കും. ഇങ്ങനെ ക്രിസ്തു എല്ലാമാണ്. എല്ലാ ധ്യാനത്തിലും ഇത് അടിസ്ഥാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ക്രിസ്തു എല്ലാമാണ്. എല്ലാം, അതായത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല ശരിക്കും. അതായത് ഒരു വ്യക്തിക്ക് ഇഹത്തിലും പരത്തിലും ആവശ്യമുള്ള എല്ലാത്തിൻ്റെയും ലാസ്റ്റ് വേർഡായിട്ടാണ് ക്രിസ്തു
മനുഷ്യരാശി അനുഭവിച്ചിട്ടുള്ളത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും സംതൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സംവിധാനം ക്രിസ്തുവിനെ എന്നിൽ അഭിഷേകമായി നൽകണമേ. ശ്രുതികട്ടെ. വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് രണ്ട്, അതായത് ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിമിലേക്കാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ്, ഒന്ന് ജീസസ് ഒരേ സമയം തന്നെ പേഴ്സൺ ആൻഡ് പവറാണ്. ആദ്യത്തെ അലോട്ട്മെൻറ്റ് പവറാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് പേഴ്സൺ. അപ്പോൾ പവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ പോയി കളയരുത്, പേഴ്സൺ വരുന്നുണ്ട്, അതെപ്പോഴും വെയിറ്റ് ചെയ്യണം. പവർ എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ബോഡിയിൽ വരുന്ന പവർ അടിച്ചു കഴിഞ്ഞാൽ അത് ഹീലിംഗ് ആയി മാറും. ഇപ്പോൾ എന്തും ആൾക്കാർ ഇപ്പോൾ ഉടമ്പടിയിലെ സൗഖ്യത്തിന് ജസ്റ്റ് 3 minutes മതി. ഇപ്പോൾ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എനിക്കറിയത്തില്ലായിരുന്നു, സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓൺലി 3 minutes പ്രെയർ. അതിനുള്ളിൽ അല്ലാതെ വാരിക്കെട്ടി 2 മണിക്കൂർ 1.5 മണിക്കൂർ പ്രാർത്ഥനയില്ല, ജസ്റ്റ് 3 minutes പ്രെയർ. കാര്യം ഉടമ്പടിയുടെ ബേസിലാണ് ആ പ്രെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായിട്ടില്ല ഉടമ്പടിക്ക് എന്തുമാത്രം റേഞ്ചാണുള്ളതെന്ന്. ഇതിങ്ങനെ ഓരോ ആൾക്കാർ ഓരോ ദിവസവും ഇങ്ങനെ സാക്ഷ്യം ചൊരിയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവണത്. ഇത് നമ്മളൊന്നും പിടിച്ചാൽ ഇത് നിൽക്കത്തില്ല, അത് വേറെ ഒരു ലോകത്തിലാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും എല്ലാ വിഷയങ്ങളല്ലേ, ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞാൽ കറക്റ്റല്ലേ ഉടമ്പടിയിലൊക്കെ മനസ്സിലാവണത്. എല്ലാ മനുഷ്യരുടെയും എല്ലാ വിഷയങ്ങളിലേക്കുമാണ് ക്രിസ്തു സഞ്ചരിച്ച് പവറായിട്ടും വ്യക്തിയായിട്ടും എത്തണത്. അപ്പോഴേ ഉടമ്പടിയിലെ ലക്ഷ്യം എന്താണ്? അതായത് അവിടുന്ന് തൻ്റെ ജനങ്ങളുടെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുമെന്നാണ് മാലാഖ പ്രവചിക്കുന്നത്. അവിടുന്ന് തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും എന്നാണ് മംഗളവാർത്തയിൽ മാലാഖ മറിയത്തോട് പറയുന്നത്. പക്ഷേ ക്രിസ്തു പിറന്നു കഴിഞ്ഞ് ശമയോൻ ദീർഘദർശി പറയണത് എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ രക്ഷ എനിത്തിങ് ആകാം. അതായത് എവിടെയാണ് നിനക്ക് ഒരു അതിജീവനം വേണ്ടത്, ആത്മീയമാണെങ്കിലും മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും, അപ്പോൾ അതിജീവനത്തിൻ്റെ ഒരു ദൈവ പദ്ധതിയായിട്ടാണ് ക്രിസ്തു വ്യക്തികൾ ഉടമ്പടിയിലൂടെ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആകണമെന്ന് പറഞ്ഞത്. എന്താ സീരിയസ് ആകണമെന്ന് പറഞ്ഞാൽ അറിയാവോ? ഇതിന് ഒത്തിരി സാധ്യതയുള്ളത് ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഓരോ വ്യക്തികളും